നിങ്ങളെല്ലാം ആ ഏരിയ. ആ കേറി കിടന്നു, ഞാനടുത്ത് തന്നെ ഉണ്ടാവും. ആന ഇറങ്ങുന്ന സ്ഥലമാ. പേടിക്കണ്ട, പരിസരത്തൊന്നുമില്ല. എന്താടാ ഇവിടെ? ആരുടെ ഈ ഷെഡ്? എന്നതാ സാർ? എവിടെയാ അവര്? യാര്? സെർച്ച്. ആർക്ക് വേണ്ടിയാടാ ഈ ഷെഡ്? പറടാ. അത് എനക്കറിയാം സാർ. അപ്പൊ നീ ഇവിടെയാണോ താമസം? ഇല്ല, എപ്പോഴാவது കാട്ടുകുള്ള വില ഇരിക്കുമ്പോൾ ഇങ്ങ തങ്ങറുന്ന എളുപ്പം. എന്തോ കുഴപ്പമുണ്ടല്ലോ ശിഖാമണി. എന്തായാലും എല്ലായിടത്തും നോക്കിയോ? ഇവിടെയെങ്കിലും ആരുമില്ല സർ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആ ഏരിയ കൂടെ നോക്ക്. ഓക്കെ സർ, കമാൺ. ഒന്നും വെച്ചാൽ എന്തിനു ആനറിഞ്ഞ സ്ഥലം ഇത് കളിക്കാൻ നീ? ഞാൻ ഈ ആനെ കണ്ടിട്ടില്ല, വരുമ്പോ പറയണേ. താടിക്ക് തീ പിടിച്ചിരിക്കുമ്പോൾ ബീഡിക്ക് തീ വെക്കുന്നത്
ഇപ്പൊ കാണാറുണ്ട് പോലീസുകാരൻ ഷെഡ് വരെത്തിന്ന്. ആഹാ, പോലീസ് എത്തിയോ? വരട്ടെ, കൊണ്ടുപോട്ടെ, തൂക്കിക്കൊല്ലട്ടെ. ഏയ്, ഇവിടേക്ക് വരണ നീ, അവിടേക്ക്. എന്താ വന്നാല്? ഞാൻ തുണി ഉടുത്തിട്ടുണ്ടല്ലോ. ആദ്യം താൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാം, ഇല്ല ഞാൻ അങ്ങോട്ട് വരാം. താൻ എന്റെ മുഖത്ത് നോക്കണ്ട, പക്ഷെ ഇത്ര കഷ്ടപ്പെട്ട് മലയാളം പറയല്ലേ. ഇതിലും ഭേദം മിണ്ടാതിരിക്കുന്ന. ഇതെന്നാ ചായ കാതറെ? ഈ പൈസക്ക് ഈ ചായ മധുരവും ഇല്ല കടുപ്പവും ഇല്ല, വേണേ കുടിച്ചാ ചുമ്മാതെ. നല്ലതാന്നോർത്തല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എപ്പോഴും അങ്ങനെ തന്നെ. കാമിനയുടെ ചായ മതിയായിരുന്നു. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും എനിക്ക് വിത്തൗട്ട് കാശ് തരുന്നതല്ലേ. പറ്റുറയായി ബൂർഷ്വാസികൾ തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. മനസ്സിലായില്ല. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താ സരണികളും പിന്നെ റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് എന്നതാടാ എന്ത് പറ്റി? കൊളോണിയലിസം എന്നൊക്കെ പറഞ്ഞു വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ. ഉത്തമം ഉണ്ടാതിരിക്കും. ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത്. കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ? എങ്കിലും ഒന്ന് പറഞ്ഞു തന്നാട്ടെ, നമ്മൾ എന്തുകൊണ്ട് തോറ്റു? കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാ മതി. ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട്, ശരിയാ. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ദിനേശ് വഴി വഹിക്കുന്നതും അതുകൊണ്ടാണ്. എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധി എല്ലാം കണ്ട് പേടിച്ചോ? ഇനി അറിയാം. ഒരു കാര്യം ഞാൻ പറയട്ടെ. അത് കറക്റ്റ്. എന്ത് കറക്റ്റ്? നാടിനും വേണ്ട വീടിനും വേണ്ട, കറക്റ്റും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. ഒന്ന് മാത്രം വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നുവെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. എന്താ എന്താ പറ്റിയേ? അടിവാരത്തിൽ പട്ടാളം വന്നിരിക്കുന്നു. നിങ്ങൾക്ക് എന്നെ കുറിച്ചൊന്നും അറിയണ്ടേ? ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുമില്ല. ഇനി കൂടിപ്പോയ 2-3 ദിവസം, അതിനു മുന്നേ നിങ്ങൾ അറിയണേ എന്നെക്കുറിച്ച്.
நோ, இட்ஸ் நாட் பாசிபிள். நம்ம மேனேஜ்மெண்ட்க்கு ரூல்ஸ் அண்ட் ரெகுலேஷன்ஸ் இருக்கு, அண்ட் ஐ கேனாட் அலோவ் இட். பட் சார் நீங்க தானே டிசிஷன் எடுக்கிறது. ஷீ இஸ் a brilliant student. இவக்கு படிப்புனா உயிர். நோ எக்ஸ்கியூசஸ். ஐ டோல்ட் யூ ஐ கேனாட் அலோவ் இட். அவுட். பட் சார் நீங்க கொஞ்சம் பார்த்து. அவுட் ஐ செட். ப்ளீஸ் சார் சொன்னது கேட்க. சார் ரொம்ப டென்ஷனா இருக்கு. சார் நீங்க அப்புறம் கொஞ்சம் பேசலாம். வாங்க வா. ശിവകാമി ഗുണ്ടൂരിൽ അറിയപ്പെടുന്ന ഒരു ചിട്ടി കമ്പനി ഓണറായ ആനന്ദരാമകൃഷ്ണന്റെ മകളായിരുന്നു. പെട്ടെന്നായിരുന്നു പൂണുപോലെ മുളച്ചിരുന്ന ചിട്ടി കമ്പനികൾ ഓരോന്നായി തകർന്നു വീഴാൻ തുടങ്ങിയത്. മകളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഏത് തര വിദ്യാഭ്യാസവും നേടിക്കൊടുക്കാൻ കഴിവുള്ള രാമകൃഷ്ണന് തന്റെ ചിട്ടി കമ്പനിയുടെ തകർച്ചയോടെ പിടിച്ചു നിൽക്കാനായില്ല. உங்க அப்பா கிட்ட எவ்வளவு ஆளுங்க பணம் வாங்கியிருக்கா? அவங்ககிட்ட கடை கிடைக்குமா? அதெல்லாம் ஒரு வாட்டி ட்ரை பண்ணி பார்த்துலையா? நீங்க அந்த எம்டி கிட்ட ஒரு வாட்டி கூட கேட்டு பாரு, இது நடக்குமா இல்லையான்னு. அந்த இடியட் இதெல்லாம் கேட்க மாட்டேன். ரூல்ஸ் அண்ட் ரெகுலேஷன்ஸ் சொல்லி ജീവിതം അവസാനിപ്പിച്ച് അവളുടെ അച്ഛൻ രക്ഷപ്പെട്ടപ്പോൾ അവളുടെ ആഗ്രഹങ്ങളെല്ലാം അവിടെ അവസാനിക്കുകയെന്ന് അവൾക്ക് മനസ്സിലായി. ഡൊണേഷന്റെ ബാക്കി നൽകാതെ ശിവകാമിക്ക് എക്സാം എഴുതാൻ പറ്റില്ലെന്ന് മാനേജ്മെന്റ് വാശി പിടിച്ചപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സിന്റെ ശ്രമവും അവിടെ വിജയിച്ചില്ല. പരീക്ഷാ തലേന്ന് ഞങ്ങൾ കുറച്ച് പൈസ സംഘടിപ്പിച്ച് എം ഡിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും മുഴുവൻ ഡൊണേഷനും പേ ചെയ്യാതെ എക്സാം ഹാളിലേക്ക് കയറണ്ടെന്നുള്ള അയാളുടെ നിർബന്ധത്തിന് മുന്നിൽ ഞങ്ങൾ ഫ്രണ്ട്സും തോറ്റുപോകുമെന്ന് അവൾക്ക് മനസ്സിലായി കാണും. என்ன எல்லாரும் குரூப் ஆயிடும் ஆள் அடிக்கிற மாதிரி வந்திருக்கீங்க? உங்களால ஒரு உயிர் அங்கே எரிஞ்சிட்டு இருக்காங்க. இதுக்கு நீங்க பதில் சொல்லிதான் ஆகணும். ரிலாக்ஸ் ரிலாக்ஸ் ரிலாக்ஸ். நானா சூசைட் பண்ணிக்க சொன்னேன்? ஒரு புள்ளைய வளர்க்கறதுக்கு பெத்தவங்க எவ்வளவு கஷ்டப்படுறாங்க தெரியுமா? வாழ்க்கையில ஜெயிக்கணும்னா போராடு. அதை விட்டுட்டு தற்கொலை பண்ணிக்கிட்டு, அதுவும் உங்க கேங்ல ஒருத்தி. என்னால நம்பவே முடியல. அந்த எமோஷன்ல இப்ப நீங்க என்ன ஏதாவது செய்யணும்னு நினைச்சீங்கன்னா உங்க ஃபியூச்சர் என்ன ஆகும்? உங்க அப்பா அம்மா கனவு, உங்க கனவு. என்ன சொன்னாலும் அவ சாவுக்கு நீங்க தான் காரணம். அதுக்கு நீங்க பதில் சொல்லிதான் ஆகணும். இனிமே நீங்க நிம்மதியா வாழவே கூடாது. என் வீட்டுக்குள்ளேயே பூந்து என்னையே மிரட்டுற அளவுக்கு உங்களுக்கு தைரியம்? அவுட் ஆல் ஆஃப் யூ.